യെസ്റ്റർഡേ ടുഡേ ടുമാറോ എന്ന് പറയുന്ന നാടൻ വെറൈറ്റിയുടെ ഒരു ചെടിയാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാലോ അത്, കാരണം 3 കളറിലാണ് ഇത് കാണുക. ഇത് ഫസ്റ്റ് ഡേ വിരിയുന്ന പൂവാണ്, ഇത് ഇതിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. സെക്കൻഡ് ഡേയിൽ വിരിയുന്ന പൂ ഇതിലില്ല കേട്ടോ. അതാ ഇത്തിരി ഷെയ്ഡ് മങ്ങി നിൽക്കും. ഉണ്ട്, ഇത് ഡാർക്കാണ്. ഇതൊക്കെ തലേ ദിവസം വിരിഞ്ഞ പൂവാണ്. അപ്പോൾ അതിന് സൺഡേ മൺഡേ ട്യൂസ്ഡേ എന്നൊക്കെ പറയും. ഇതിനെ ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കണ്ടോ, ഇതിൻ്റെ എല്ലാ ഇവിടെയും ഇങ്ങനെ കണ്ട മുട്ട് വരുന്നുണ്ട്. സാധാരണ ഇത് വരികയെന്ന് വെച്ചാൽ ഇങ്ങനെ തുമ്പത്ത വരും, പക്ഷെ നല്ല മണമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഹൈബ്രിഡിന് മണമില്ല. ഇതൊരു 3 വെറൈറ്റി ഉണ്ട് കേട്ടോ. ഇത് സാധാരണ നാടൻ, ഹൈബ്രിഡിന് മണമില്ല ഇതുപോലെ തന്നെ. പിന്നെ വെരിഗേറ്റഡ് ഉണ്ട്, ഇല വ്യത്യാസമുള്ളത്, വെള്ളയും പച്ചയും പോലത്തെ ഇലയുണ്ടല്ലോ, അങ്ങനെ 3 വെറൈറ്റിയാണുള്ളത്. ഞാൻ നാടനാണ് വാങ്ങിച്ചാണ്. സാധാ ഒരു ചട്ടിയിൽ നമ്മൾ നട്ട് വെക്കുകയാണ്. വേണമെങ്കിൽ താഴ്ത്ത് നടാം കേട്ടോ. ഇതിന് പടുത്ത വല്ല മഴക്കാലത്ത് വേണമെങ്കിൽ താഴ്ത്ത് നല്ല വെയിലുള്ളിടത്ത് വളരേണ്ട ചെടി, അപ്പോൾ നല്ല വെയിലുള്ളിടത്ത് നടണം. അപ്പോൾ ഞാൻ ഇത് ചെടി പരിചയപ്പെടുത്തുന്നത്, ഇത് എപ്പോഴും പൂവുണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് കണ്ട, ഇതിൻ്റെ ഇല നുള്ളി കളയാം. അങ്ങനെ മൂത്ത ഇലയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ ആ കമ്പിൽ നിന്ന് വരണതൊക്കെ നമുക്ക് മുട്ടാണ്. അപ്പോൾ ഇവിടെയാണ് ആദ്യം ഇതിന് മുട്ട് വരിക, തുമ്പിലാണ് ആദ്യം മുട്ട് വരിക. അപ്പോൾ പിന്നീട് ഇവിടെയൊക്കെ വരണ്ടേ, അപ്പോൾ ഇത് വെട്ടുമ്പോഴാണ് പിന്നെ ഇവിടെ വരിക. അപ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ മുട്ടാവുമ്പോൾ ഈ ഇലകൾ ഇങ്ങനെ പൊട്ടിച്ച് കളയും. അപ്പോൾ ഇനി ഇതൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇനി ഇവിടെയൊക്കെ മുകളങ്ങൾ വരും. ഇത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇത് നമുക്ക് ഇത്രയും മുട്ടുകളും പൂക്കളും കിട്ടിയത് കൊണ്ടാണ് ഇത് ഒരു വീഡിയോ ചെയ്തത് കണ്ട. അപ്പോൾ ഇതിലൊക്കെ ഇനി മുട്ട് വരും. കുറച്ചിടയ്ക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് വലിയ കേടുകളൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ എല്ലാത്തിനും മരുന്നടിക്കുമ്പോൾ ഇന്നിപ്പോൾ ബിവേറിയ തെളിച്ചുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന വെള്ള പുള്ളികൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിൻ്റെ പൂക്കൾക്ക് നല്ല മണമാണ്. നമ്മൾ ഈ സൈഡ് കൂടെയൊക്കെ വരുമ്പോൾ ഒരു മണം കിട്ടും. ഈ പൂവിന് മാത്രം മണമുള്ളൂ കേട്ടോ. ഈ വിരിഞ്ഞ് പിറ്റേ ദിവസമായി കഴിഞ്ഞാൽ പിന്നെ അതിന് മണമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കമ്പിലൊക്കെ അതേ വരുന്നു കണ്ട. ഇങ്ങനെ എല്ലായിടത്തും ഒപ്പം വെട്ടി കൊടുത്താൽ മതി. നല്ല ബുഷിയായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഈ യെസ്റ്റർഡേ ടുഡേ ടുമാറോ. അപ്പോൾ ഓക്കെ കേട്ടോ.